അയഹ്സബുൽ ഇൻസാനു അൻ യുത്രക സുദാ, മനുഷ്യൻ വിചാരിക്കുന്നുവോ അവൻ വെറുതെ അങ്ങ് വിട്ടേക്കപ്പെടുമെന്ന്? ഇങ്ങനെ അങ്ങ് പോയി അങ്ങനെ അങ്ങ് മരിച്ച് മണ്ണോട് ചേർന്ന് പിന്നെയൊന്നുമില്ല എന്നവൻ വിചാരിക്കുന്നുവോ? ആരടാ ചോദ്യം? അയഹ്സബുൽ ഇൻസാൻ, മനുഷ്യൻ വിചാരിക്കുന്നുവോ? അയഹ്സബുൽ ഇൻസാനു അൻ യുത്രക സുദാ, മനുഷ്യൻ വിചാരിക്കുന്നുവോ അവൻ വെറുതെ അങ്ങ് വിട്ടേക്കപ്പെടുമെന്ന്? അലം യകുനു തുഫതം മിൻ മനിയ്യിൻ യുംനാ, അവൻ സ്രവിക്കപ്പെടുന്ന ശുക്ലത്തിൽ നിന്നുള്ള ഒരു കണമായിരുന്നില്ലേ? അറപ്പും വെറുപ്പും തോന്നുന്ന ശുക്ലത്തിൽ നിന്നുള്ള ഒരു കണമായിരുന്നില്ലേ നീ എന്ന് മനുഷ്യനോട് ചിന്തിക്കാൻ വിശുദ്ധ ഖുർആൻ പറയുന്നു. സുമ്മ കാന അലഖതൻ ഫഖലഖ ഫസവ്വാ, പിന്നെ അവൻ ഒരു ഭ്രൂണമായി, എന്നിട്ട് അവൻ ലോകത്തിന്റെ സൃഷ്ടാവ് അതിനെ സൃഷ്ടിച്ച് സംവിധാനിച്ചു. സുമ്മ കാന അലഖതൻ ഫഖലഖ ഫസവ്വാ, അപ്പോൾ മനുഷ്യൻ എങ്ങനെ രൂപപ്പെട്ടു വന്നു എന്ന് ഒരാൾക്കും ഇങ്ങനെ അല്ലല്ലോ എന്ന് പറയാൻ പറ്റാത്ത രൂപത്തിൽ കൃത്യമായി ആധുനിക സമൂഹം ഈ ആയത്ത് ചർച്ച ചെയ്യുമ്പോ ആരാ ഈ ആയത്ത് ആദ്യമായി ഓതി തന്നത്? മുഹമ്മദ് മുസ്തഫ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പറഞ്ഞതിൽ എവിടെയെങ്കിലും ശാസ്ത്രത്തിനെതിരായി അല്ലെങ്കിൽ ഭ്രൂണശാസ്ത്രവും പറയുന്ന കാര്യങ്ങൾക്കെതിരായി ഇങ്ങനെയല്ല ഒന്ന് എന്ന് പറയാൻ ആർക്കും സാധ്യമല്ല എങ്കിൽ വിശുദ്ധ ഖുർആൻ പറയുന്നു വീണ്ടും, ഫജഅല മിൻഹു സൗജൈനി الذكر والانثى, അങ്ങനെ അതിൽ നിന്ന് ആണും പെണ്ണുമാകുന്ന രണ്ട് ഇണകളെ അവൻ ഉണ്ടാക്കി. നോക്കൂ, വലിയൊരു ദൃഷ്ടാന്തമാണത്. വഖലഖനാകും അസ്വാജ, നിങ്ങളെ നാം ഇണകളായി സൃഷ്ടിച്ചു. പുരുഷന്മാർ മാത്രമാണ് ഒരു പ്രദേശത്തെങ്കിൽ, സ്ത്രീകൾ മാത്രമാണെങ്കിൽ ആണും പെണ്ണുമായി മനുഷ്യനെ സൃഷ്ടിച്ചു. ആര്? ഞാനും നിങ്ങളും ഈ ലോകത്ത് ജനിച്ചു വീണവരാണ്. നമ്മളിൽ വിവാഹം ചെയ്തവർക്ക് കുട്ടികളുണ്ട്. നമ്മളാരെങ്കിലും ഒരു കിഡ്നി വാങ്ങാൻ വേണ്ടി എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? എന്റെ ഭാര്യ ഗർഭിണിയാണ്, ഒരു ഹൃദയം കിട്ടണമെന്ന് പറഞ്ഞ് നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ നാം അല്ല സൃഷ്ടിക്കുന്നത്, ലോകത്തിന്റെ സൃഷ്ടാവാണ്. അത് പറഞ്ഞതിന് ശേഷം വിശുദ്ധ ഖുർആന്റെ ചോദ്യം, അലൈസ ദാലിക ബിഖാദിരിൻ അലാ അൻ യുഹിയൽ മൗതാ, അങ്ങനെയുള്ളവൻ മരണപ്പെട്ടവരെ ജീവിപ്പിക്കാൻ കഴിവുള്ളവനല്ലയോ? മനുഷ്യൻ ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന്റെ ആ ഘട്ടങ്ങൾ ചുരുക്കി വിശദീകരിച്ചതിന് ശേഷം ലോകത്തിന്റെ സൃഷ്ടാവ് എന്നോടും നിങ്ങളോടും ഒരു ചോദ്യം. ഇങ്ങനെയൊക്കെ മനുഷ്യനെ ഒന്നാമതായി സൃഷ്ടിച്ച പടച്ചവന് അലൈസ ദാലിക ബിഖാദിരിൻ അലാ അൻ യുഹിയൽ മൗതാ, അങ്ങനെയുള്ളവന് മരണപ്പെട്ടവരെ ജീവിപ്പിക്കാൻ കഴിവുള്ളവനല്ലയോ? അല്ല എന്ന് പറയാൻ ആർക്ക് സാധിക്കും? വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം.